കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്, അതായത് മുണ്ടക്കയത്തു നിന്ന് വാഗമണിലേക്കുള്ളൊരു റോഡിൻ്റെ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തത്. അത് ഭയങ്കരമായിട്ട് വൈറലാകുകയും, ഭയങ്കര വൈറലല്ല എന്നാലും അത്യാവശ്യം വ്യൂവേഴ്സും അതുപോലെ തന്നെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല കമൻറ്റുകളൊക്കെ വരുന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം വളരെ സന്തോഷം, എല്ലാവരോടും നന്ദി പറയാം കേട്ടോ. ആദ്യം തന്നെ ആദ്യമായിട്ടാണ് അങ്ങനെ എനിക്ക് അത്രയും വ്യൂവേഴ്സും അതുപോലെയൊക്കെ കമൻറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു സംഭവം അല്ലത്. ഞാൻ ജസ്റ്റ് ചെയ്തു പോയി വീഡിയോ അപ്ലോഡ് ചെയ്ത്, സാധാരണ എല്ലാ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ അപ്ലോഡ് ചെയ്ത, എന്തായാലും അത് ഭയങ്കരമായിട്ട് വൈറലായെന്ന് പറയാനൊക്കത്തൊന്നുമില്ല. 10-25,000 വ്യൂവേഴ്സ് അടുത്ത് വന്നിട്ടുണ്ട്. നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇപ്പം ഞാനുള്ളത് കുട്ടിക്കാനത്താണ്. കുട്ടിക്കാനം നമ്മൾ മദാമക്കുളം കാണാൻ വേണ്ടി പോകാം. മദാമക്കുളത്തിൻ്റെ അങ്ങോട്ട് നല്ല രസമുള്ള വഴികളാണ്. അപ്പോൾ ആ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ആ മദാമക്കുളം കാണാൻ പറ്റുവാണെങ്കിൽ അതുകൂടി കയറി കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ ആഷ്ലി ബംഗ്ലാവിലൊക്കെ പോകുന്ന ആ റോഡ് തന്നെ, അവിടെ നേരെ കിടക്കുന്ന ആ റോഡ് തന്നെയാണ് നമുക്ക് പോകേണ്ടത്. നല്ല രസമുള്ള വഴികളും സ്ഥലങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിലെ കൂടെ തന്നെ പോകാം എന്നുള്ള ഒരു ഇതിൽ വന്നത്. അതായത് ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കുന്നൊരു ഏരിയയാണ്. ഭയങ്കര രസമുള്ള വഴികളും കാര്യങ്ങളും ഒക്കെയാണ്. ഓണത്തിനന്ന്, തിരുവോണത്തിൻ്റെ അന്ന് രാത്രിക്ക് ഞങ്ങൾ ഇതിലെ കൂടെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് രാത്രിക്ക് വന്നത് ജീപ്പുമായിട്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ ക്യാമറയൊന്നും ഇല്ലായിരുന്നു. നല്ല ക്യാമറ മൊബൈലുണ്ടായിരുന്നു, ഐഫോണിനകത്ത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെ ഷൂട്ട് ചെയ്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ഐഫോണിന് ഗ്രീൻ സ്ക്രീൻ ആയിപ്പോയി കേട്ടോ. എല്ലാവരോടും ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ അടിച്ചു പോയായിരുന്നു. അതുകൊണ്ട് iPhone 13 ഉള്ളവർ സൂക്ഷിച്ചിരിക്കുക, ഉടനെ ഗ്രീൻ സ്ക്രീൻ ആവുന്നതായിരിക്കും. സൂക്ഷിച്ചിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അവർ പറയും ഒരു രക്ഷയില്ല ഏട്ടാ, 28,000 രൂപ കൊടുത്താൽ മാറിത്തരാമെന്ന് പറയും. അവർക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഇല്ല. സാധനം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആകുന്ന കൂട്ടത്തിൽ പോകുന്നതാണ്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണം. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് അത് അവർ തന്നെ അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പോക്കൃത്തരമാണ് കാണിക്കുന്ന ആലോചിച്ചോണേ. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ ഒരു തരത്തിലുള്ള റെസ്പോൺസും, നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. 28,000 രൂപയാവും മാറണമെങ്കിൽ, ആ ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം. എൻ്റെ ഫോൺ പോയി. അപ്പോൾ അന്ന് രാത്രിക്ക് വന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്താണ് ഷൂട്ട് ചെയ്തത്. അത് എൻ്റെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അന്ന് ഞാൻ ഓർത്താ ഒരു ദിവസം ഇതിലെ കൂടെ വരണമെന്ന്. ഇതാണ് നമ്മുടെ ആഷ്ലി ബംഗ്ലാവിലോട്ടുള്ള റോഡ് കേട്ടോ. അത് ക്ലോസ് ചെയ്തിട്ടേക്കും, അങ്ങോട്ട് ആരെയും കയറ്റി വിടത്തില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ പോലെ തന്നെ ഒരു റോഡാണ് കേട്ടോ ഇതും. ആളും ബഹളവും ഒന്നും ഇല്ലാത്തൊരു റോഡാണ്. കാടിനകത്തൂടെയാണ് റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ വഴിപണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ചും കൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോഡ് പണി നടക്കുന്നത് എനിക്ക് തോന്നുന്നത് റിസോർട്ടുകളിലോട്ടൊക്കെ ഉള്ള റോഡുകളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് പല റിസോർട്ടുകളും ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. പല മലകളുടെയൊക്കെ അങ്ങ് മുകളിലും അങ്ങ് താഴ്വാരത്തും ഒക്കെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങോട്ടുള്ള വഴികളാണെന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും കാണുന്ന റിസോർട്ടുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ റിസോർട്ടിൻ്റെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വഴിയൊക്കെ നല്ല രീതി റെഡിയാക്കി ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം എവിടെ നോക്കിയാൽ റിസോർട്ടുകളാണല്ലോ. ഇപ്പം അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ റിസോർട്ടാണ്. നല്ലൊരു മല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് റിസോർട്ടാണ്, ഫുള്ള് റിസോർട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വാഗമണിൽ തങ്ങൾപ്പാറയുടെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കി ആ കാണുന്ന ലാൻഡ്സ്കേപ്പ് മുഴുവനും, മലകൾ മുഴുവൻ റിസോർട്ടാണ്, ഫുള്ള് റിസോർട്ട്. ആ കാണാൻ പറ്റുന്ന ആ ഒരു ഭംഗിയെല്ലാം കളഞ്ഞിട്ട് അവിടെ എല്ലാം റിസോർട്ടുകൾ പണിത് വെച്ചേക്കുക.
എന്ത് ചെയ്യാനാ, ഓരോരുത്തർ കാശുള്ളവർ റിസോർട്ട് പണിയും, കാശുള്ളവർ അതിനകത്ത് പോയി റൂം എടുത്ത് താമസിക്കും, സ്റ്റേ ചെയ്യും അല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ല, ഫുള്ള് റിസോർട്ടും പരിപാടിയൊക്കെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നെഗറ്റീവായിട്ടൊന്നും ആരും എടുക്കരുത് കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടോ, എന്നാ ഭംഗിയാന്ന് നോക്കി, ഒരു രക്ഷയില്ലാതെ ഭംഗിയാട്ടോ. നിങ്ങളൊക്കെ ഇതിലെ കൂടെ വന്ന് നോക്കണം കേട്ടോ. ആ വേറൊരു മൂഡാണ് അത്. ഒറ്റയ്ക്കൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും അടിപൊളി. ഒറ്റയ്ക്ക് വന്നിട്ട് വേണം നമുക്ക് ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂട്ടത്തിൽ ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വേറൊരു വൈബും പരിപാടിയൊക്കെ ആയിരിക്കും, ഭയങ്കര ബഹളവും ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ ആ ഒരു സൈലൻസും ഇതിൻ്റെ ഒരു ആംബിയൻസും ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വരണം, എന്നാലേ നമുക്ക് ആ ഒരു ആ പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത മനസ്സിലാവുള്ളൂ കേട്ടോ. നിങ്ങളെ ഞാൻ ഒരു സൂത്രം കേൾപ്പിച്ചു തരട്ടെ. ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വരണം കേട്ടോ. നമ്മൾ ഒരുപാട് പേരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമൊക്കെ ആയിട്ട് നമുക്ക് ഇതൊന്നും കേട്ടെന്ന് വരികയില്ല. ഇവിടെ വരുന്ന ആളുകളൊക്കെ പ്രത്യേകം ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. ഇതുപോലെ വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടിട്ട് പോകരുത്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ഇത്രയും നല്ല സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് ഇതുപോലത്തെ വലിയ കവറുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഒക്കെ ഇവിടെ ഇട്ടിട്ട് പോകാൻ എങ്ങനെ തോന്നുന്നു ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഒരുപാട് കിലോമീറ്ററിൽ കയറി പോകുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം വന്നിട്ടുണ്ട്. ഈ വരുന്ന വഴികളിലൊന്നും ഒരാളെ പോലും നമുക്ക് കാണാൻ കിട്ടത്തില്ല കേട്ടോ. ഇവിടെ ഒന്നും താമസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ്. ഫുള്ള് ഇതുപോലെ കാടും അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാം. ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഏരിയകളും ഒക്കെയാണ്. ഇടയ്ക്ക് ഒന്ന് രണ്ട് റിസോർട്ടുകളും ഒക്കെ പണിയുന്ന കാണാം. വേറെ ഒരാളെ പോലും നമുക്കിവിടെ കാണാൻ കിട്ടത്തില്ല. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പേടിയൊക്കെ തോന്നാം. ഇടയ്ക്ക് നമുക്ക് അത്യാവശ്യം ചെറിയൊരു ഭയമൊക്കെ തോന്നിപ്പോകും. കാരണം ഭയങ്കര സൈലൻസും കാര്യങ്ങളുമൊക്കെയാണ്, വേറൊരു ആംബിയൻസും പരിപാടിയൊക്കെ. അപ്പോൾ ഇതുപോലുള്ള യാത്രകൾ, ഇതുപോലുള്ളൊരു ഒറ്റപ്പെട്ട് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റോഡ് കയറി കഴിഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. എൻ്റെ മോനെ എന്നാ ഭംഗിയാണെന്ന് നോക്കി ഈ സ്ഥലമൊക്കെ. നിങ്ങളൊക്കെ ഇതൊന്നും കണ്ടിട്ടില്ല, വേഗം കയറി പോരെ, വണ്ടി എടുത്തിട്ട് വാ, ഒരു ബൈക്ക് എടുത്തിട്ട് ഇറങ്ങിക്കോ. ഇപ്പം തന്നെ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്, കിടില സ്പോട്ടാണ്. നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരിക്കും കേട്ടോ മനസ്സിനൊക്കെ. ഈ സ്ഥലങ്ങൾ കണ്ടോ, ഫുള്ള് പുല്ല് കയറിയിട്ടേ ഫുള്ള് പച്ചപ്പാണ്, ഭയങ്കര രസമാണ് കേട്ടോ. റോഡ് മുഴുവനും പോയി കിടക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിൽ ഓഫ് റോഡുണ്ട്. റോഡിൽ വലിയ പാറക്കല്ലുകളും വലിയ ഉരുളൻകല്ലുകളുമാണ് കിടക്കുന്നത്. അത് കാരണം വലിയ ടാസ്ക്കാണ്. ജീപ്പിന് വരുന്നവർക്ക് അത്ര വലിയ ഓഫ് റോഡായിട്ട് തോന്നുകയില്ല, എന്നാലും ഈ ബൈക്കിനൊക്കെ വരുന്നവർക്ക് നല്ല രീതിയിൽ ഓഫ് റോഡുണ്ട് ഇവിടെ.
ഉരുണ്ട പാറക്കല്ലുകളായതുകൊണ്ട് തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയൊക്കെയാണ് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വലിയ പാടാണ് ഇതിലെ കൂടെ ഇറക്കിക്കൊണ്ട് പോകുന്ന കാര്യം. വൈഡൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര വലിയ ഭീകരമായിട്ട് അത് തോന്നത്തില്ല. ഇത്ര വലിയ ഓഫ് റോഡാണ്. നിങ്ങൾ ഓർക്കും ഇതന്നെ ഇത് ചെറിയ കല്ലുകളല്ലേ, അതിൻ്റെ മണ്ടയിൽ കൂടെ വണ്ടി നല്ല രീതിയിൽ പോകത്തില്ലേന്ന്. പക്ഷെ ഭയങ്കര പാടാണ് കേട്ടോ. വലിയ കരിങ്കല്ലും വലിയ ഉരുളങ്കല്ലായി കിടക്കുന്നത്. അത് കാരണം ഭയങ്കര പാടാണ്. നിങ്ങൾക്ക് ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഓഫ് റോഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നല്ല റോഡിലൂടെ ഓടിക്കാൻ പറ്റും. നല്ല മൺവഴികളിലൂടെ ഓടിക്കാൻ പറ്റും. ഏറ്റവും സ്മൂത്തായിട്ട് വണ്ടി ഓടുന്നത് മൺവഴിയിലാണ് കേട്ടോ. ഒരനക്കം പോലും കാണത്തില്ല. അതുപോലത്തെ കുറേ നല്ല മൺവഴികളുണ്ട് ഇവിടെ. നല്ല വിജനമായിട്ടുള്ള പ്രദേശം. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടത്. ആരും ഇല്ല ഈ ഏരിയയിൽ. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വലിയ പാടുപെടും. തിരിച്ചൊന്ന് ഓടി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഓഫ് റോഡെല്ലാം കയറി ചെല്ലുമ്പോൾ തന്നെ പണിയാവും. അതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ഉള്ള ഏരിയയൊക്കെ തന്നെ. അപ്പം ഒറ്റയ്ക്ക് വരുന്നവർ ഒന്ന് സൂക്ഷിക്കുക കേട്ടോ. ഇത് അങ്ങ് താഴെ കാണുന്ന ഭാഗത്താണ് കേട്ടോ മദാമക്കുളം എന്ന് പറയുന്ന സ്ഥലം. നമുക്കിനി കുറച്ചുകൂടി താഴെ ഇറങ്ങി പോകാനുണ്ട്. ആ വെള്ളച്ചാട്ടം വരുന്നതിൻ്റെ തൊട്ട് താഴെ ആ വെള്ളം വന്ന് കെട്ടിക്കിടക്കുന്ന ഭാഗത്തിനെയാണ് മദാമക്കുളം എന്ന് അറിയപ്പെടുന്നത്. വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ. അതായത് ഒരു വല്ലാത്തൊരു വിജനമായിട്ട് കിടക്കുന്നൊരു ഏരിയ. അതായത് നമുക്കൊരു ചെറിയൊരു പേടിയൊക്കെ തോന്നാം ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന്. കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കിന് അത്രയ്ക്ക് അങ്ങോട്ടൊരു ഇത് തോന്നത്തില്ല. പക്ഷേ ഒറ്റയ്ക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് വല്ലാത്തൊരു ഇതാണ് കേട്ടോ. നമുക്കതിൽ താഴോട്ടൊന്ന് പോയി നോക്കാം. ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, മദാമക്കുളത്തിന് അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പം വന്ന് നിന്നില്ലേ, ആ ഒരു ഭാഗം വരെ വന്നിട്ടുള്ളൂ. അവിടെ താഴോട്ട് പോയില്ല. അന്ന് ഞങ്ങൾ വന്ന സമയത്ത് നല്ല ഇരുട്ടായത് കാരണം അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് പോയി നോക്കാം. ഭയങ്കര ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഒറ്റയ്ക്കേ ഉള്ളൂ. നല്ല കിടിലൻ ഓഫ് റോഡായിരുന്നു. ഇറങ്ങി പോകുന്നു. ഇനിയിപ്പം തിരിച്ചിനി എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സാധനം അവിടെ എവിടെയോ മിസ്സായിട്ടുണ്ട്. തിരിച്ച് പോകുമ്പം വേണം അതിന് എടുക്കാൻ. ഇങ്ങോട്ട് പിന്നെ ആരും ഇല്ല, വരുന്നില്ലാത്തത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇവിടുന്ന് താഴോട്ടിറങ്ങി പോകുന്നിടത്താണ് മദാമക്കുളം എന്ന് പറയുന്ന സ്പോട്ടുള്ളത് കേട്ടോ. വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ കുളമൊക്കെ പോലെ ഒരു സംഭവമുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് വണ്ടി പോകുകയല്ല, നമുക്ക് ഇവിടെ നടന്ന് വേണം പോകാനായിട്ട്. വല്ലാത്തൊരു വിജനമായിട്ട് കിടക്കുന്ന ഒരു ഏരിയ കേട്ടോ. ഫുള്ള് കാടും, വല്ലാത്തൊരു ആംബിയൻസും ഒക്കെ. നമ്മൾ മെയിൻ റോഡിൻ്റെ അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ഇങ്ങനെ കയറി പോന്നു. അപ്പം ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. ഇവിടുന്ന് തിരിച്ച് അവിടെ ചെല്ലാൻ തന്നെ ഈ ഓഫ് റോഡ് കയറി എന്ന് ചെല്ലാൻ. അത് കാരണം ചെറിയ ടെൻഷനുണ്ട്, എന്തെങ്കിലും പറ്റിപ്പോയാൽ. അതുപോലത്തെ ഒരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് വഴി തെറ്റിപ്പോയി. ഇവിടുന്ന് വലത്തോട്ടാണ് പോകേണ്ടത്. വലത്തോട്ട് വഴിയൊന്നും കാണത്തില്ല. അതുപോലത്തെ ഒരു ചെറിയൊരു നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കാണാൻ. ഇതിലേക്കൂടെയാണ് നമുക്ക് താഴോട്ട് നടന്നു പോകേണ്ടത് കേട്ടോ.
ഓ എൻ്റെ പൊന്നെ, ഇതാണോ വഴി? ഇതിലേക്കൂടാണോ അങ്ങോട്ട് ഇറങ്ങി പോകണ്ടേ? ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി? എനിക്ക് ടെൻഷനായി കേട്ടോ. ശരിക്കും പേടി വരുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ കാടുണ്ട്. കാട് കാരണം റോഡ് ഫുള്ള് ഇങ്ങനെ ക്ലോസ് ആയി കിടക്കുക. അതെല്ലാം വകഞ്ഞ് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അത് കാരണം ചെറിയൊരു പേടി തോന്നുന്നു. കാരണം മാത്രമല്ല, ഭയങ്കര വല്ലാത്തൊരു ആംബിയൻസ് കേട്ടോ. ഒരുമാതിരി വല്ലാത്ത സൗണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെയാന്ന് തോന്നുന്നു. ഗെയ്സ്, അങ്ങോട്ട് പോകുന്നത് കാര്യം എനിക്ക് അത്യാവശ്യം നല്ല പേടി തോന്നുന്നുണ്ട്. കാരണം ഈ കാട് നിങ്ങൾ കണ്ടോ? ഓ, ഞാനും താഴെ ഇറങ്ങി പോകുന്നില്ല. ശരിക്കും വല്ലാത്തൊരു എനിക്ക് പേടി തോന്നുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ പേടി തോന്നുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആ പോയ റോഡൊക്കെ ശരിക്കും ഇതിനേക്കാളും ഭയങ്കര ഭീകരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് താഴേക്ക് ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. അത് കാരണം ഞാൻ കയറി പോരുക കേട്ടോ. വേറൊരു ദിവസം ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ വരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് താഴത്തെ മദാമക്കുളം കാണിച്ചു തരാം. ഇപ്പം എന്തായാലും ഞാൻ തിരിച്ചു പോകാം കേട്ടോ. എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഇത് തോന്നുന്നു, ഒരു പന്തികേട് തോന്നുന്നു താഴോട്ട് പോകാനായിട്ട്. ദേണ്ട കിടക്കുന്നുണ്ട് ജാക്കറ്റ്. ഇത് കണ്ടോ, നല്ല കിടിലൻ ഓഫ് റോഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര രസമാണ് കേട്ടോ. ഒറ്റയ്ക്ക് ഈ ഓഫ് റോഡ് പരിപാടി ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ സഹായിക്കാനും പിടിക്കാനൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ഇല്ല, നമ്മൾ എങ്ങനെയും കയറ്റണം. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. എന്തായാലും കൊള്ളാം. ഈ റോഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായി, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യും എന്നുള്ളത്. വണ്ടിക്കൊന്നും പറ്റത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വണ്ടിക്കൊന്നും പറ്റുകയില്ല എന്നുള്ളൊരു വിശ്വാസവും ഉറപ്പും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അഥവാ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ വണ്ടി അവിടെ വെച്ചിട്ട് നടന്ന് തിരിച്ച് മെയിൻ റോഡിൽ വരിക, അവിടുന്ന് ബസ്സിന് കൈ കാണിക്കുക, തിരിച്ച് വീട്ടിൽ വരിക. അവിടുന്ന് 2-3 പേരെ വിളിച്ചുകൊണ്ട് വന്ന് വല്ല വെട്ടിയോട്ടോയ്ക്കോ വല്ല വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുക എന്നുള്ള ഒറ്റ പരിപാടിയേ ഉള്ളൂ. വേറെ മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ വീഡിയോ കാണുന്നവരോട് ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണമെന്നൊന്നും ഞാനിങ്ങനെ നിർബന്ധിക്കാറില്ലായിരുന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ പയ്യെ കയറി വരുന്നുണ്ട്, വ്യൂവേഴ്സൊക്കെ കയറി വരുന്നുണ്ട്, ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അവരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ
കൂടെ കൂടും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതും കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ വണ്ടിയുടെ കോലം കണ്ടോ, മുഴുവൻ ചള്ളയൊക്കെ ആയി ആകെപ്പാടെ വൃത്തികെട്ട കോലമായി പോയി കേട്ടോ. ഇതുമായിട്ട് ഇനി അങ്ങ് റോഡിൽ കൂടെ പോകും. ഇതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആളുകളൊക്കെ വണ്ടി കെട്ടി നോക്കുന്നു. അപ്പോൾ എന്തായാലും കൊള്ളാം. ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. പോയിട്ട് മദാമക്കുളം കാണിക്കാൻ പറ്റിയില്ല. അപ്പം വേറെ ഏതെങ്കിലും ഒരു ദിവസം മദാമക്കുളം ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ എല്ലാവർക്കും ബായ്.